നമ്മൾ കഴിഞ്ഞ ദിവസം ടാങ്കിൽ നിന്ന് പിടിച്ച് നമ്മുടെ ഗൗരാമീൻ സിലോപ്പിയൊക്കെ നമ്മൾ പൊള്ളിച്ചെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ മീനെല്ലാം നമുക്ക് ചെറിയൊരു രീതിയിൽ മസാല ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്ന മസാലയ്ക്കകത്താണ് നമ്മൾ മീൻ വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മസാലയാണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതെല്ലാം വഴറ്റി വന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ മുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടു. അതിനുശേഷം മെയിൻ സാധനം നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനുശേഷം മസാല എല്ലാം തയ്യാറാക്കിയ ശേഷം പോയി നമ്മൾ വാഴയിലെല്ലാം വെട്ടിയിട്ട് അത് വാട്ടി അപ്പോൾ വാട്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ മസാല നമ്മളിങ്ങനെ വാഴയിലോട്ട് പുരട്ടിയിട്ട് ആ മീനെ അവിടോട്ട് ഒരു ലെയർ മസാല തയ്യാറാക്കി അതിന് മുകളിലോട്ട് മീനെ വെക്കും. വീണ്ടും എന്നിട്ട് മീനിൻ്റെ മുകളിലായിട്ട് നമ്മൾ ശകലം മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തക്കാളിക്ക് അരിഞ്ഞോട് വെച്ച് നല്ല രീതിയിൽ തന്നെ അത് വാഴയില കെട്ടി നൂലുകൊണ്ട് വാഴയിലയുടെ നാരുകൊണ്ട് തന്നെ അത് കെട്ടിയിട്ട് നമ്മളൊരു പാനിനകത്ത് തവയ്ക്കകത്ത് നമ്മൾ ശകലം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ മീൻ നമ്മൾ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതുവേണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് രണ്ട് സൈഡും മറിച്ചിടുക. അതിനുശേഷം നമുക്കൊരു ഏകദേശം 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ല രീതിയിൽ തന്നെ നമുക്കത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ തുറന്ന് കാണിക്കാം. കണ്ടോ, തുറന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ആ ഒരു മസാലയെല്ലാം നല്ല രീതിയിൽ ആ ഒരു മീനിനകത്ത് പിടിച്ചിട്ടുണ്ട്. ശരിക്കും ആ മീൻ ശരിക്കും അതിനകത്ത് വേവുന്ന ഈ ഇങ്ങനെ പൊള്ളിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ആ മസാലയെല്ലാം നല്ല രീതിയിൽ തന്നെ ആ മീനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തക്കാളിയൊക്കെ ടേസ്റ്റ് നമുക്ക് ശരിക്കും എടുത്തറിയാൻ പറ്റും. മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ചോറിനോടെ കഴിക്കാൻ അടിപൊളിയാണ്. ഏറ്റവും നല്ലൊരു ടേസ്റ്റാണ്. ചോറിനോടെ കഴിക്കാനാണ് എനിക്കിഷ്ടപ്പെട്ടത്.